കർഷകർക്ക് ആശ്വാസം പകർന്ന് ജാതി വില ഉയരുന്നു. ഉൽപാദനം കുറഞ്ഞതാണ് വില ഉയരാൻ കാരണം. ഒരു മാസത്തിനിടെ ഒരു കിലോയിൽ 70 രൂപയുടെ വർധനയാണ് ഉണ്ടായത്. ജാതിപത്രിയുടെയും വില കുതിക്കുകയാണ്. ജാതി കർഷകർക്കിത് നല്ല കാലമാണെങ്കിലും കാലാവസ്ഥാ വ്യതിയാനം മൂലം ഉൽപാദനം പകുതിയിൽ താഴെ മാത്രമാണ്. വിപണിയിൽ ജാതിക്ക കുറഞ്ഞതോടെ 2 മാസത്തിനിടെ വില കുതിച്ചു കയറി. കിലോയ്ക്ക് 280 മുതൽ 260 രൂപയായിരുന്ന തൊണ്ടോടുകൂടിയ ജാതിക്ക നിലവിൽ 350 മുതൽ 380 രൂപ വരെയാണ്. മുൻപ് 400 രൂപയായിരുന്ന പരിപ്പിന്റെ വില 700 രൂപ പിന്നിട്ടു. ജാതിപത്രി 1700 നിന്ന് 2200 ഇത് കർഷകർക്ക് അനുകൂലമെങ്കിലും ഉൽപാദനം പകുതിയിൽ താഴെ മാത്രമാണ്. ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങളിലാണ് ജാതിക്ക കൂടുതലായി കമ്പോളത്തിലെത്തുന്നത്. എന്നാൽ ഈ വർഷം കമ്പോളത്തിനെത്തിയത് 4/1 മാത്രമാണ്. മറ്റ് സ്ഥലങ്ങളിലെ ജാതിക്കയേക്കാൾ വലിപ്പവും തൂക്കവും കൂടുതലുള്ളവയാണ് ഇടുക്കിയിൽ നിന്ന് ലഭിക്കുന്നത്. അതിനാൽ ആവശ്യക്കാർ ഹൈറേഞ്ചിലെ ജാതിക്കയ്ക്ക് കൂടുതലായി എത്തുന്നുമുണ്ട്. ഹൈറേഞ്ചിലെ കമ്പോളങ്ങളിൽ നിന്ന് ഗുണമേന്മ കൂടിയ ജാതിക്ക ശേഖരിക്കാനായി മൊത്ത വ്യാപാരികൾക്കും താല്പര്യമാണ്. ജാതിക്കയ്ക്കും ജാതിപത്രിക്കും നല്ല വിലയുണ്ട്. ജാതിക്ക 350 രൂപ വരെ ഇപ്പോൾ തീരുന്നുണ്ട്. കഴിഞ്ഞ വർഷം 250-280 രൂപ വരെ ഉണ്ടായിരുന്നുള്ളൂ. ജാതിപത്രിക്ക് 2000 തൊട്ട് 2200 വരെ പൊന്നുകളിൽ വ്യാപാരം നടക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം 1800-900 രൂപ വരെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം ജാതിക്കയ്ക്ക് ജാതിപത്രിക്കും നല്ല വിലയുണ്ട്. ജാതിപത്രിക്ക് നല്ല വില കിട്ടുന്നുണ്ട്. ഈരാറ്റുപേട്ട കമ്പോളത്തിലേക്കാണ് ഹൈറേഞ്ചിൽ നിന്നുള്ള ജാതിക്ക കൂടുതലായും എത്തുന്നത്. കഴിഞ്ഞ വേനലിൽ കൃഷി പൂർണ്ണമായി നശിച്ചെങ്കിലും ജാതി മരങ്ങൾ ഭൂരിഭാഗവും വാടിയതല്ലാതെ ഉണങ്ങിയില്ല. മഴ പെയ്തപ്പോൾ തളർച്ച മാറിയെങ്കിലും കാര്യമായ കായ്പിടുത്തവും ഉണ്ടായില്ല. മഴയത്ത് തളർച്ച മാറി ഉയർത്തെഴുന്നേറ്റ ജാതിച്ചെടികൾക്ക് കായ് പിടിക്കുന്ന സമയത്തുണ്ടായ മഴ തിരിച്ചടിയായി. ഇതാണ് കമ്പോളത്തെ ഉൽപ്പന്നത്തിന് ക്ഷാമം നേരിടാൻ കാരണം. നിലവിലെ അവസ്ഥ തുടർന്നാൽ വില ഇനിയും ഉയർന്നേക്കുമെന്നാണ് സൂചന. KK ജയകുമാർ, ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ.